വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. ഷവോമിയുടെ ഭാഗത്ത് നിന്ന് ഷവോമി 14 സീരീസിലുള്ള ഷവോമി 14 സിവി എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. CV മീൻസ് എന്ന് പറയുന്നത് സിനിമാറ്റിക് വിഷൻ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും പോലെയല്ല, കുറച്ച് നെഗറ്റീവ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 3 കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് പറയണമെന്ന് തോന്നി. ഈ ഒരു ഷവോമി 40 CV എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ പ്രൈസ് കുറച്ചധികം ഓവർ പ്രൈസ് ആയോ എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് കുറച്ച് ഓവർ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രണ്ടാമത്തെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത് മറ്റൊന്നുമല്ല, 40,000 രൂപ കൊടുത്ത് ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളെന്ന നിലയ്ക്ക് നോക്കി കഴിയുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ഒരു IP സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. കേവലം 20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ തോതിൽ ഇറങ്ങുന്ന മൊബൈൽ ഫോണിൽ വരെ ഇപ്പോൾ IP സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. IP67 അല്ലെങ്കിൽ IP68 പോലെയുള്ള വാട്ടർ ആൻഡ് റസ്റ്റ് റെസിസ്റ്റന്റിനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. 40,000 രൂപ തോതിൽ ഷവോമി 40 CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ അവർ നമുക്ക് ഒരു IP സർട്ടിഫിക്കേഷൻ തന്നിട്ടില്ല. മൂന്നാമതായിട്ട് തോന്നിയത് ഇതിന്റെ ബാറ്ററി കേപ്പബിലിറ്റി ആണ്. കേവലം 4700 mAh മാത്രമേ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഷവോമി അവകാശപ്പെടുന്നത് 2 times ലൈഫ് സ്പാൻ കിട്ടുമെന്നാണ്. ഏകദേശം 1600 സൈക്കിൾ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഷവോമി അവകാശപ്പെടുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 5000 അല്ലെങ്കിൽ 5500 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. ഏതായാലും ഇതാണ് എനിക്ക് ആദ്യം തന്നെയുള്ള പറയാനുള്ള നെഗറ്റീവ്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ റിവ്യൂ നമുക്ക് മുഴുവനായിട്ടൊന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളെ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വലിയൊരു ഡിസൈൻ കാര്യങ്ങളൊന്നും ഈ ഒരു മൊബൈൽ ഫോണില്ല. നോർമലി ഒരു ബ്രാൻഡ് നൽകുന്ന ഒരു ഡിസൈൻ എന്താണോ ആ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറ മോഡിൽ വരുന്നത് റൗണ്ട് സെറ്റപ്പിലുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഇനി ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 179 ഗ്രാം തന്നെയാണ്. ബാറ്ററി 4700 mAh മാറ്റിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റ്ലെസ് ഫോൺ ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. 7.8 mm ആണ് മൊബൈൽ ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യസ് ഫസ്റ്റ് ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഒരു ഫ്ലോട്ടിംഗ് കർവ് ഡിസ്പ്ലേ എന്നും ഷവോമി ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നല്ല ഇംപ്രൂവ്മെന്റ് ആണ് ഷവോമി ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. 6.55 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 68 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. LPTO കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. കാരണം 40,000 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഡോൾബി വിഷനും HDR10+ സപ്പോർട്ടും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് HDR10+ കണ്ടന്റ് കാണാൻ സാധിക്കും. ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കോറിംഗ് ഗറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മികച്ച ഡിസ്പ്ലേയുമായിട്ടാണ് ഷവോമി 14 CV നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 14 വരുന്നത്. ഹൈപ്പർ OS ആണ് ഈ ഒരു മൊബൈലിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. 3 കൊല്ലത്തെ മേജർ അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ഷവോമി. 3 കൊല്ലത്തെ മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ഷവോമി 14 CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. ഇനിയുള്ള 3 കൊല്ലത്തേക്ക് 15, 16, 17 ഈ ഒരു 3 ആൻഡ്രോയിഡ് വേർഷനും കേപ്പബിലിറ്റി നൽകുന്ന രീതിയിലാണ് ഷവോമി നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ തന്നിരിക്കുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന പ്രൊസറാണ് വന്നിരിക്കുന്നത്. 8 Gen 3 അല്ല, 8s Gen 3. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന ഈ ഒരു പ്രൊസസർ. സ്റ്റോറേജ് കാപ്പബിലിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2 സ്റ്റോറേജ് വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. 8256 512 ഈ 2 വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ എത്തുന്നത്. UFS 4.0 ആണ് സ്റ്റോറേജ് കേപ്പബിലിറ്റി വരുന്നത്. ഇനി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചധികം നല്ല സ്പെസിഫിക്കേഷൻ ക്യാമറയിൽ വന്നിട്ടുണ്ട്. ലൈക്ക എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടാണ് ഇത്തവണ നമുക്ക് വേണ്ടി ഷവോമി 14 CV സീരീസ് വന്നിരിക്കുന്നത്. ക്യാമറയിൽ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. റൗണ്ട് മോഡലായിട്ടുള്ള ക്യാമറയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സലിന്റെ 1.6 അപ്പറേച്ചർ വരുന്ന 25 mm വൈഡ് ലെൻസ് ആണ് വരുന്നത്. ഓട്ടോ ഫോക്കസും OIS സപ്പോർട്ട് വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ ആയിട്ട് 50 മെഗാപിക്സലിന്റെ ഒരു ക്യാമറ തന്നെയാണ് വരുന്നത്. 2.0 ആണ് അപ്പറേച്ചർ വരുന്നത്. 50 mm ടെലി ഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. 2x ഒപ്റ്റിക്കൽ സൂമും ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറയിൽ ഈ ഒരു 50 മെഗാപിക്സലില് 3x ഒപ്റ്റിക്കൽ സൂം ആണ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പോർട്രേറ്റ് ഇമേജ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിലൂടെ എടുക്കാൻ സാധിക്കുമായിരുന്നു. ഏതായാലും
2x നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത്. 2.2 ആണ് അപ്പറേച്ചർ വരുന്നത്. 120 ഡിഗ്രി വരെയുള്ള അൾട്രാ വൈഡ് ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു 12 മെഗാ പിക്സലിന്റെ ക്യാമറയ്ക്ക് കേപ്പബിലിറ്റി ഉണ്ട്. സെൽഫി ക്യാമറയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് Xiaomi 40CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 2 സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നത്. 32 മെഗാ പിക്സലിന്റെ AI പവേർഡ് ആയിട്ടുള്ള 2 സെൽഫി ക്യാമറാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് സെൽഫി ക്യാമറ എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ 2.6 അപ്പറേച്ചർ വരുന്ന 25mm ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. സെക്കൻഡറി സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ AI പവേർഡ് ആയിട്ടുള്ള ഒരു 100 ഡിഗ്രി അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത്. ഏതായാലും അത് അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, 2 സെൽഫി ക്യാമറ വൈഡ് ആംഗിൾ എടുക്കാനും അൾട്രാ വൈഡ് എടുക്കാനും നല്ലൊരു ചോയ്സ് തന്നെയാണ് ക്യാമറയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ നമുക്ക് Xiaomi 40CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. ബാക്കിലെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് 24, 30, 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 180ലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 960 FPS സ്ലോ മോഷൻ വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 32 മെഗാ പിക്സലിന്റെ 2 സെൽഫി ക്യാമറ ഉപയോഗിച്ചും 30 FPS നമുക്ക് 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൈറോ EIS സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു മൊബൈലിൽ നമുക്ക് സെൽഫി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സ്പീക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. 3.5mm ഒരു ഓഡിയോ ജാക്ക് വരുന്നില്ല. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ 4700 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 67 വാട്ടിന്റെ ടർബോ ചാർജിംഗ് സെറ്റപ്പ് ആണ് വരുന്നത്. ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഇവരെ സ്ലിം ആക്കാൻ വേണ്ടി ആയിരിക്കാം ബാറ്ററി കപ്പാസിറ്റി കുറച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെന്റ് 40,000 രൂപ തോതിലുള്ള ഒരു മൊബൈൽ ഫോൺ വന്നു കഴിയുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഏതായാലും കുറച്ചുകൂടി ബെറ്റർ ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷെങ്കിൽ ഈ ഒരു 4700 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി തരുന്നതെങ്കിലും ഡബിൾ ലൈഫ് സ്പാൻ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഏകദേശം 40 മിനിറ്റ് കൊണ്ട് 100% ഈ ഒരു ടർബോ ചാർജർ വെച്ച് 4700 mAh ഫുൾ ആക്കാൻ പറ്റുമെന്നും Xiaomi അഡ്വർടൈസ്മെന്റിലൂടെ പറയുന്നുണ്ട്. ബ്ലൂടൂത്തിന്റെ 5.4 ആണ് വരുന്നത്. NFC സപ്പോർട്ടാണ്, റേഡിയോ സപ്പോർട്ടായിട്ട് വരുന്നില്ല. Type-C 2.0 OTG ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് പോർട്ട് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. 3 കളർ വേരിയന്റിൽ നമുക്ക് വിപണിയിൽ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. ക്രൂയിസ് ബ്ലൂ, മെക്ക ഗ്രീൻ, ഷാഡോ ബ്ലാക്ക്. എസ്പെഷ്യലി എനിക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ മെക്ക ഗ്രീനും അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആയിട്ട് പേഴ്സണൽ ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് 42,999 ആണ്. ICICIയുടെ കാർഡ് ഓഫർ കൂട്ടിയതിനു ശേഷം ഏകദേശം 39,999 40,000 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷേങ്കിൽ 40,000 രൂപ കൊടുത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണ്, Xiaomi 14CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കുക. കാരണം 40,000 രൂപയ്ക്ക് ഒരുപാട് നല്ല മൊബൈൽ ഫോൺസ്, കുറച്ചുകൂടി ബെറ്റർ കേപ്പബിലിറ്റി ഉള്ള മൊബൈൽ ഫോൺസ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഒരു 33,000 അല്ലെങ്കിൽ 36,000 രൂപയ്ക്ക് ഇടയിലാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു സെയിൽ തന്നെ Xiaomi 40CV എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് പ്രതീക്ഷിക്കാം. Xiaomi 40CV എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. Xiaomi 40CV എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.